അറ്റൻഷൻ പ്ലീസ് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം തൊണ്ടവേദനയാണ്. തൊണ്ടവേദനയെ പറ്റിയും ശബ്ദത്തിൻ്റെ വേരിയേഷൻസും ശബ്ദത്തിൽ വരുന്ന മാറ്റങ്ങളും ശബ്ദം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമാണ്. ഈ വിഷയം നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ നിതിനാണ്. അദ്ദേഹം ട്രാവൻകൂർ മെഡിസിറ്റിയിലെ ENT വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹത്തെ നമുക്ക് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഈ തൊണ്ടവേദന നമ്മൾ എപ്പോൾ എവിടെ പോയാലും എല്ലാവരും അവിടെ ഒരു 10 പേരുണ്ടെങ്കിൽ 5 പേരും സംസാരിക്കുന്നൊരു വിഷയമാണ് തൊണ്ടവേദന. പക്ഷേ ഈ തൊണ്ടവേദന എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന പോലെ ഒരു വിക്സ് ഗുളിക കഴിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പനിയുടെ ലക്ഷണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പുറത്ത് തണുപ്പ് ചൂട് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടോ സംഭവിക്കുന്നത് മാത്രമാണോ തൊണ്ടവേദന, അതോ അതിൻ്റെ മുകളിലോട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണോ ഈ തൊണ്ടവേദന എന്ന് പറയുന്നത്? തൊണ്ടവേദന എന്ന് വെച്ചാൽ ആസ് ഒരു ജനറൽ ഒരു പ്രോബ്ലമാണ്. എന്നുവെച്ചാൽ അതിനകത്ത് തന്നെ ഇഷ്ടം പോലെ സബ് കാറ്റഗറി ഉണ്ട്. വെച്ചാൽ തൊണ്ടവേദന എത്ര നാളായിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പൊതുവേ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വെച്ചാൽ തൊണ്ടവേദന എന്ന് വെച്ചാൽ ഈ ഒരു വൈറൽ ഫീവറോ അല്ലെങ്കിൽ തൊണ്ടയ്ക്കകത്ത് ടോൺസിലൈറ്റിസ് ഇൻഫെക്ഷൻ വന്നതിന് ശേഷം വരുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഒത്തിരി നാളായിട്ടുള്ള തൊണ്ടവേദനകളാണെങ്കിൽ നമ്മൾ ഫർദറായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എസ്പെഷ്യലി നമുക്ക് ഈ തൊണ്ടയ്ക്കകത്തുള്ള എന്തെങ്കിലും തൊണ്ടവേദനയുടെ കൂടെ തന്നെ കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, തൊണ്ടവേദനയുടെ കൂടെ തന്നെ തൊണ്ടയ്ക്കകത്ത് എന്തെങ്കിലും തട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ മീൻസ് നമ്മുടെ ഒരു ENT സർജനെ കാണിക്കുകയും തൊണ്ടയ്ക്കകത്ത് എൻഡോസ്കോപ്പ് ഇട്ട് നോക്കുകയും ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്. ഈ തൊണ്ടവേദന എന്ന് പറയുമ്പോൾ തന്നെ തൊണ്ടവേദന ഒരു കരകരപ്പുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ തൊണ്ടയിൽ ഈ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലതരത്തിലാണ് ഇവർ പറയുന്നത്. പക്ഷേ ബേസിക്കലി നോക്കുമ്പോൾ എല്ലാവരും കഴിക്കുന്നത് തൊണ്ടവേദനയ്ക്ക് ഒരേ മരുന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അത് അപകടമല്ലേ? ഇത് ശരിക്കും ഡോക്ടറിനെ കണ്ട് തന്നെ ENT കണ്ട് തന്നെ ചികിത്സിക്കേണ്ട സംഭവമല്ലേ? അതെ. പൊതുവേ നമ്മുടെ ഈ പൊതുവെയുള്ള സമൂഹത്തിൽ അല്ലെങ്കിൽ പൊതുവെ ഒരു തൊണ്ടവേദന വന്നു അടുത്തുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ഒരു തൊണ്ടവേദനയ്ക്ക് ഒരു ഗുളിക മേടിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു പാരസിറ്റമോൾ കഴിക്കുക, ചെറിയൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഫരിഞ്ചൈറ്റിസ് ഉള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ആണെങ്കിൽ കുഴപ്പമില്ല, അത് കഴിക്കുമ്പോൾ കുറയും. പക്ഷേ അത് വന്നിട്ട് ഒരു പെർമനൻ്റ് അല്ല, ഒരു നല്ല ശീലമല്ല. ചില സമയത്തിൽ നമ്മുടെ ചില ഇൻഫെക്ഷൻസൊക്കെ മിസ് ഔട്ടായി പോയി കഴിഞ്ഞാൽ അത് ഒരു കോംപ്ലിക്കേഷനിലോട്ട് മാറും. എസ്പെഷ്യലി നമ്മുടെ ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ടോൺസിലൈറ്റിസ് നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നേരെ പോയി പെരിടോൺസിലൈറ്റിസിലോട്ട് പോകും, പിന്നെ പെരിടോൺസിലർ ആപ്സിസിലോട്ട് പോകും, പിന്നെ ഇവിടെ പഴുപ്പ് കയറി കഴുത്തിൽ നീറ്റിലും വരും, കഴുത്തിൽ പഴുപ്പിറങ്ങാൻ ചാൻസ് ഉണ്ട്, ആപ്സിസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ചെറിയ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭവിഷ്യത്തിൽ കോംപ്ലിക്കേഷനിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ തൊണ്ടവേദന എന്ന് പറയുമ്പോൾ തന്നെ ഈ ക്യാൻസർ വരെ തൊണ്ടവേദനയല്ലേ അതിൻ്റെ സിംറ്റം എന്ന് പറഞ്ഞാൽ? തൊണ്ടവേദനയല്ലേ തുടങ്ങുന്നത്. അപ്പം ഈ തൊണ്ടവേദന ഏതൊക്കെ തരത്തിലാണ് നമ്മൾ പേടിക്കേണ്ടത്, അല്ലെങ്കിൽ തൊണ്ടവേദന വരുമ്പോൾ നമ്മൾ ഏതൊക്കെ അവസ്ഥയിലാണ് നമ്മൾ ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമായിട്ട്? വിട്ടുമാറാതെ തൊണ്ടവേദന ഇരിക്കുന്ന ആളുകൾക്ക് ഒരാഴ്ച 2 ആഴ്ച വിട്ടുമാറാതെ തൊണ്ടവേദന ഇരിക്കുന്നുണ്ട്. തൊണ്ടവേദനയുടെ കൂടെ തന്നെ ഫുഡ് ഇറക്കാനോ അല്ലെങ്കിൽ തുപ്പലിറക്കാനോ ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടവേദനയുടെ കൂടെ തന്നെ നമ്മുടെ തൊണ്ടയ്ക്കകത്ത് എന്തോ തട്ടുന്നതായിട്ടൊരു ഫീലുണ്ട്. എന്നുവെച്ചാൽ ഒരു സെൻസേഷൻ, നമ്മുടെ തൊണ്ടയ്ക്കകത്തൊരു മുഴ തട്ടുന്ന പോലെ ഒരു ഫീലുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡോക്ടറിനെ കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ തൊണ്ടവേദനയുടെ കൂടെ തന്നെ ശബ്ദത്തിൻ്റെ മാറ്റം, പിന്നെ ഫുഡ് കഴിക്കുന്ന ഡിസ്ഫേജിയ, ഫുഡ് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇത് രണ്ടുമാണ് റെഡ് സൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി നമ്മൾ ഡോക്ടറിനെ കാണിച്ചിട്ട് ഫർദറായി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ തൊണ്ടവേദന വന്ന് അത് ഗ്രാജുവലി ഈ ശബ്ദം കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. അത് ഏതാണ് ആ അവസ്ഥ? എന്താണ് ഇപ്പം ചോദിച്ച ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ഈ തൊണ്ടവേദനയും ശബ്ദത്തിൻ്റെ മാറ്റവും. ഈ ശബ്ദത്തിൻ്റെ മാറ്റം ഒത്തിരി നാളായിട്ട് നമ്മൾ കണ്ടുവരികയാണ്, നമ്മൾ ഗുളിക കഴിച്ചിട്ടും കുറയുന്നില്ല. അങ്ങനെയുള്ള ആ കണ്ടീഷനിൽ നമ്മൾ നാട്ടുവൈദ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ആപത്തിലോട്ട് പോകും. എസ്പെഷ്യലി നമ്മളിങ്ങനെ വോയിസ് ചേഞ്ച് ഉള്ള ഒരാൾ ഒത്തിരി നാളായിട്ട് ഉണ്ടെങ്കിൽ ഒരു എൻഡോസ്കോപ്പി ചെയ്യുന്നത് നല്ലതാണ്. എസ്പെഷ്യലി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു മാലിഗ്നൻസി റൂളൗട്ട് ചെയ്യണം, വോക്കൽ കോഡ് ക്യാൻസർ. ഈ വോക്കൽ കോഡ് ക്യാൻസറിൻ്റെ ആദ്യത്തെ സിംറ്റംസ് തന്നെ ചെറിയ ശബ്ദത്തിൻ്റെ മാറ്റമായിരിക്കും, ഇല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, തട്ടൽ ഇറക്കുന്നതായിരിക്കും. അതായിരിക്കും ആദ്യത്തെ സിംറ്റംസ്. ഇപ്പോൾ നമ്മൾ എന്തിനാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്? നമുക്കിപ്പോൾ ആദ്യമേ നമുക്ക് വോക്കൽ കോഡിൽ നമുക്ക് ഇവിടെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ട്രാവൻകൂർ മെഡിസിറ്റിയിൽ നമുക്ക് ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി നമ്മുടെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. നമുക്ക് ഈ ലാരിങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്ക് ഈ തൊണ്ടയ്ക്കകത്തുള്ള എന്തെങ്കിലും ശബ്ദത്തിൻ്റെ മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ പെട്ടെന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. എൻഡോസ്കോപ്പി ഡിറ്റക്ട് ചെയ്ത് ചെറിയ ലീഷനാണ് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ലേസർ വെച്ച് തന്നെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയാൻ പറ്റും. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാണ്.
ഒത്തിരി ലേറ്റ് ആയിട്ടാണ് നമ്മൾ അതിനെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ അത് സ്പ്രെഡാവും. ഒന്ന് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ വലിയ ഓപ്പറേഷൻ ആയിരിക്കും. ലാരിഞ്ചെക്ടമി ഓപ്പറേഷൻ അല്ലെങ്കിൽ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷനൊക്കെ കൊടുക്കേണ്ടി വരും. സോ നമുക്ക് ഏർലി ആയിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ. ഈ വോക്കൽ കോഡ് ക്യാൻസറിനെ പറ്റി പറയുമ്പോൾ തന്നെ ഈ പുകവലി അതിനൊരു കാരണമായി മാറാറുണ്ടോ? പുകവലിയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ വോക്കൽ കോഡ് ക്യാൻസറിൻ്റെ കോസസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടൊബാക്കോ യൂസാണ്. അതുകൊണ്ട് സ്മോക്ക്ലെസ് ടൊബാക്കോ ആവും, സ്മോക്കിംഗ് ടൊബാക്കോ ആവും. ഈവൻ ടൊബാക്കോ സ്മോക്കേഴ്സിനും കൂടുതലായിട്ട് കാണാറുണ്ട്. പ്ലസ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്മോക്കിംഗ് കുറവാണെങ്കിൽ പക്ഷേ നമുക്ക് ഈ വോക്കൽ കോഡ് ക്യാൻസർ കാണാറുണ്ട്. ഈവൻ ഫീമെയിൽസിലും കാണാറുണ്ട്. അങ്ങനത്തെ എന്ന് വെച്ചാൽ ഈ ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ആണ് അതിൻ്റെ ഒരു മെയിൻ റീസൺ. നമ്മുടെ ഈ ആഹാര രീതിയിലുള്ള മാറ്റം കാരണം നമ്മൾ ഒത്തിരി സ്പൈസി ഫുഡ്സ്, ഒത്തിരി എരിവുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ വയറിനകത്തുള്ള ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെ കൂടുതൽ പ്രൊഡക്ഷൻ അത് വന്നിട്ട് റിഫ്ലക്സ് ആയിട്ട് നമ്മുടെ തൊണ്ടയിൽ വന്ന് തട്ടി അവിടെ ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയാണ് ഇപ്പോഴത്തെ രീതിയിൽ കൂടുതലായിട്ട് വോക്കൽ കോഡ് മാലിഗ്നൻസീസ് നമ്മൾ കണ്ടുവരുന്നത്. ഈ ക്യാൻസർ വരാനുള്ള വേറെ മറ്റവസ്ഥകൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞല്ലാതെ? അതുകൂടാതെ തന്നെ ചില ആളുകൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് വരാറുണ്ടോ? ഹെറിഡിറ്ററി അല്ല, ജനറ്റിക് റീസൺ. ജനറ്റിക് നമ്മൾ പറയത്തില്ലേ, എന്താണ് ആൽക്കഹോളും കൺസ്യൂം ചെയ്യാറില്ല, സ്മോക്കിംഗ് ചെയ്യാറില്ല, പക്ഷേ ക്യാൻസർ വന്നു. സോ അത് വന്നിട്ട് മോർ ലൈക്ലി ടു ബി ജനറ്റിക് കോസ്. നമ്മുടെ ജീൻസിൽ വരുന്ന മാറ്റം കാരണം ആ ഒരു ആളുകൾക്ക് പെട്ടെന്ന് ക്യാൻസറസ് സെൽസിൻ്റെ ഗ്രോത്ത് അവരുടെ ബോഡിയിൽ വരാനുള്ള ചാൻസ് കാണാറുണ്ട്. ഏതവസ്ഥയിലാണ് നമുക്ക് ഈ ക്യാൻസർ അല്ലാതെ തന്നെ ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥകളുണ്ടല്ലോ ചില ആൾക്കാർക്ക്, അത് ഏതൊക്കെ അവസ്ഥയിലാണ്? അത് പല കാര്യങ്ങളുണ്ട്. നമുക്കിപ്പം ഒത്തിരി ആളുകൾക്ക് നമ്മൾ കാണാറുണ്ട്, ആൾക്കാർ സംസാരിക്കുമ്പം ഇങ്ങനെ ചെയ്യാറുണ്ട്, ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ സംസാരിക്കാറുണ്ട്. ഇത് കൂടുതൽ കണ്ടുവരുന്നതുണ്ട്. ആളുകൾക്ക് മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന് പറയും. നമ്മുടെ തൊണ്ടയിൽ ഈ ഒത്തിരി വെള്ളം ഒത്തിരി വെള്ളം കൂടി കുറവുള്ള ആളുകൾക്ക്, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കൂടുതലുള്ള ആളുകൾക്ക് ഈ തൊണ്ടയുടെ നമ്മുടെ വോക്കൽ കോഡ്സിനകത്തായിട്ട് ചെറിയ സൾക്കസ് വരാറുണ്ട്. സൾക്കസ് അതിൻ്റെ കൂടെ തന്നെ മസിൽ ടെൻഷൻ ഡിസ്ഫോണിയ എന്ന് പറയും. ഇവിടെ നമ്മുടെ വോക്കൽ കോഡ്സിൻ്റെ മസിൽസിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്ത് അല്ലെങ്കിൽ ഓവർ ഫങ്ഷനിങ് കാരണം അവരുടെ ശബ്ദത്തിന് മാറ്റം വരാറുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് വരുന്ന ഈ ചില ഈ കുട്ടികൾ നമ്മുടെ ഈ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ വോയിസ് ആയിട്ട് കൊച്ചുകുട്ടിയിലിരിക്കുമ്പം കൊച്ചുകുട്ടിയായിരുന്നിട്ട് നമ്മൾ വലുതാവും, ഒരു കുഞ്ഞായിരുന്നിട്ട് വലുതാകുമ്പോൾ ആണുങ്ങളുടെ വോയിസ് മാറാതെ പെണ്ണുങ്ങളുടെ വോയിസ് റീറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷനാണ് പ്യൂബോഫോണിയ എന്ന് പറയും. അതും ഒരു കണ്ടീഷനാണ്. ഇതൊക്കെ നമുക്ക് സ്പീച്ച് തെറാപ്പിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. തൊണ്ടവേദന നമ്മൾ പറഞ്ഞു, തൊണ്ടവേദനയുടെ കാരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ ഈ തൊണ്ട വരൾച്ച ഉണ്ടാകാറുണ്ട് മിക്കവാറും രാത്രികാലങ്ങളിലൊക്കെ ആയിരിക്കും. ഈ തൊണ്ട വരൾച്ചയും ഇതുപോലെ ഒരു പ്രശ്നമാണോ? അതെ, നമ്മൾ ആക്ച്വലി നമ്മുടെ ഈ ഒത്തിരി രാത്രി കാലങ്ങളിൽ കിടക്കുമ്പോൾ, എസ്പെഷ്യലി ഇപ്പോഴത്തെ ഇതിൽ ഒത്തിരി ചൂടായതുകൊണ്ട് എല്ലാവരും AC റൂമിലാണ് കിടക്കുന്നത്. ഈ ഒത്തിരി AC കിടക്കുമ്പോൾ AC വരുന്നതുകൊണ്ട് ഹ്യൂമിഡിഫയർ എയർ അല്ല വരുന്നത്. ആ എയർ നമ്മൾ വായക്കത്തോടെ ശ്വസിക്കുമ്പം ഡ്രൈ ആണ്. നമ്മുടെ എസ്പെഷ്യലി ഈ ചെറിയൊരു മൂക്കടപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ വായിക്കത്തോടെ ശ്വാസം എടുക്കുന്ന ആളുകൾക്ക്, വായിക്കത്തോടെ ശ്വാസം എടുക്കുന്ന കൂർക്കം വലിയുള്ള ആളുകളിലെല്ലാം എന്ത് പറ്റുമെന്ന് വെച്ചാൽ വായിക്കത്തോടെ ശ്വാസം എടുക്കുമ്പോൾ തൊണ്ടയ്ക്കകത്തുള്ള തുപ്പൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോൾ തൊണ്ട മൊത്തം ഡ്രൈ ആവാറുണ്ട്. ഇതാണ് ബേസിക് കോസ് സംഭവിക്കുന്നത്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഈ വായിക്കത്തോടെ ശ്വാസം എടുക്കുന്ന എസ്പെഷ്യലി മൂക്കടപ്പുള്ള ആളുകൾ അല്ലെങ്കിൽ കൂർക്കം വലിയുള്ള ആളുകൾക്കാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. ഇങ്ങനത്തെ എന്ത് പ്രതിരോധം ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ എപ്പോഴും നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ആവി പിടിച്ചിട്ട് കിടക്കുക, ഹ്യൂമിഡിഫയർ എയർ ഇൻഹെയിൽ ചെയ്യുക, അത് ഏറ്റവും നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കുക, കിടക്കുമ്പോൾ 2 തലവാണി വെച്ച് പൊക്കി വെച്ചിട്ട് സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കുക. അങ്ങനെയാണെങ്കിൽ വാ തുറന്ന് വെച്ച് കിടക്കുന്നതും ഈ കൂർക്കം വലിയും ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊണ്ട ഉണങ്ങുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഈ കൂർക്കം വലി പറഞ്ഞപ്പോഴാണ്, കൂർക്കം വലിയും സ്നോറിങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തൊണ്ടയെ ബാധിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അസുഖമാണോ? അതെ, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഇപ്പം എല്ലാവർക്കും ഓവർ വെയിറ്റ് ആണ്. നമ്മുടെ കുട്ടികളായാലും കാണാറുണ്ട്. ഒബീസിറ്റി കൂടുതലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒബീസിറ്റി കൂടുന്തോറും നമ്മുടെ ഈ തൊണ്ടയ്ക്കകത്തുള്ള പാലറ്റൽ മസിൽസിലും വീക്ക്നെസ് വരും. അതിനകത്ത് ഫാറ്റ് അക്യുമുലേഷനൊക്കെ വരുമ്പം നമ്മുടെ ശ്വാസം എടുക്കുന്നത് വെച്ചാൽ മൂക്ക് വഴി ശ്വാസം എടുത്ത് തൊണ്ടയ്ക്കത്തോടെയാണ് പോകേണ്ടത്. ഇപ്പം ആ ഒരു പാലറ്റൽ ലെവലായാലും മൂക്കിൻ്റെ അടുത്ത ലെവലിലായാലും എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആളുകൾ വായ്ക്കകത്തോടെയാണ് ശ്വാസം എടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വലിയൊരു സ്പേസ് ആണ്, അതിനകത്തൂടെ ശ്വാസം എടുക്കുമ്പോൾ
സൗണ്ട് വരത്തില്ല. ഒരു ചെറിയൊരു എയർ നന്നായിട്ട് ഒരു എയർവേ കംപ്ലീറ്റ് ആയിട്ട് നാരോ ആയി കൊളാപ്സ് ആവുന്നുണ്ട്. ഈ കൊളാപ്സ് ആവുന്ന സ്ഥലത്ത് കൂടെ നമ്മൾ ഒരു ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ വിസിൽ വന്നില്ലായിരുന്നു. സെയിം എഫക്റ്റാണ് കൂർക്കം വലിയിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഒരു നെഗറ്റീവ് പ്രഷറാണ് നമ്മുടെ തൊണ്ടയിൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പം വായിക്കത്തോടെ എയർ പോകുമ്പോൾ ഇവാപ്പറേഷൻ കാരണം തുപ്പൽ തൊണ്ട ഡ്രൈ ആവുകയും ചെയ്യും. പിന്നെ ഇവിടെ ഒരു നെഗറ്റീവ് പ്രഷർ കാരണം ഗ്യാസ്ട്രിക് റിഫ്ലക്സ് ഈ കൂർക്കം വലിയുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. പക്ഷേ ഇതൊരു സൈക്കിൾ പോലെയാണ്. നമ്മൾ കൂടുതലായിട്ട് കൂർക്കം വലിക്കും, കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരും, കൂടുതലായിട്ട് തൊണ്ട ബുദ്ധിമുട്ട് വരും. അങ്ങനെ ഒരു സൈക്കിളായിട്ട് മാറും. ഇങ്ങനത്തെ കൂർക്കം വലിയുള്ള ആളുകൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ബോഡിയിൽ ഓക്സിജൻ സപ്ലൈയും കുറവായിരിക്കും. ഈ കൂർക്കം വലിയുള്ള ആളുകൾ നെക്സ്റ്റ് ഡേ ജോലിക്ക് പോയാലും എപ്പോഴും ടയേർഡായിരിക്കും. എപ്പോഴും പറയും ഞാൻ എപ്പോഴും ഹോസ്പിറ്റൽ റൂമിൽ ചുമ്മാ ഇരുന്നാലും ടയേർഡായിരിക്കും. കുറച്ച് നേരം ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് ഉറങ്ങാൻ തോന്നും. ഇങ്ങനത്തുള്ള ആളുകൾക്ക് ഈ രാത്രി ഡ്രൈവ് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് ഉറക്കം വരാനുള്ള ചാൻസ്, ഇങ്ങനത്തെ ആളുകൾ കൂടുതലായിട്ട് നൈറ്റ് ടൈം ലേറ്റായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിഡൻറ്റ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. അല്ല, ഇത് നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാൻ പറ്റുന്നതാണോ? കൂർക്കം വലി ഒരു പരിധി വരെ നമുക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റാം. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുകയാണ്. ആദ്യം ചെയ്യേണ്ട വെയിറ്റ് കുറയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ നമുക്ക് അസസ് ചെയ്യണം. അത് എങ്ങനെ അസസ് ചെയ്യണമെന്ന് വെച്ചാൽ 2 രീതിയിലുണ്ട്. ഒന്ന് സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയാറുണ്ട്. സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര പ്രാവശ്യം പുള്ളിക്കാരൻ രാത്രി ഉറങ്ങുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൂർക്കം വലി എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡ്രഗ് ഇൻഡ്യൂസ് സ്ലീപ്പ് എൻഡോസ്കോപ്പി എന്നൊരിതുണ്ട്. നമ്മൾ ഉറങ്ങുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ പേഷ്യൻറ്റിനെ ചെറുതായിട്ട് അനസ്തെറ്റിക് ഡ്രഗ് കൊടുത്തിട്ട് ഉറക്കിയിട്ട് നമ്മൾ മൂക്കിനകത്തൂടെ എൻഡോസ്കോപ്പ് ഇട്ടിട്ട് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ഏത് ലെവലിലാണ് ഒബ്സ്ട്രക്ഷൻ വരുന്നത്. മൂക്കിൻ്റെ ലെവലാണോ, അതോ മൂക്കിൻ്റെ ബാക്ക് പാലറ്റൽ ലെവലാണോ, അതോ നാക്കിൻ്റെ ബാക്ക് സൈഡായിട്ടുള്ള ബേസ് ഓഫ് ടങ്ങോ അല്ല ലാരിഞ്ചൽ ലെവലിലാണോ ഒബ്സ്ട്രക്ഷൻ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് രണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും പേഷ്യൻ്റ് എവിടെയാണ് ലെവൽ ഓഫ് ഒബ്സ്ട്രക്ഷൻ എന്ന്. ഒരു 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 ഫിസിക്കൽ ഒബ്സ്ട്രക്ഷൻ അവിടെ ഒരു ബുദ്ധിമുട്ടൊരു ഒബ്സ്ട്രക്ഷൻ അവിടെ കാണുകയാണെങ്കിൽ അതിന് നമുക്ക് സർജറി ചെയ്ത് കറക്റ്റ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പേഷ്യൻറ്റിന് നമ്മൾ ഡിസ്കസ് ചെയ്യും. എസ്പെഷ്യലി വെയിറ്റ് കുറയ്ക്കാനും ഇതൊക്കെ ചെയ്യാനും. വെയിറ്റ് എല്ലാം കുറച്ചതിന് ശേഷവും പുള്ളിക്കാരന് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ ശബ്ദം കുറയുന്നതും ശബ്ദം മാറുന്നതും ശബ്ദം നഷ്ടപ്പെടുന്നതും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ശബ്ദം സംരക്ഷിക്കാൻ ഇപ്പോൾ ഈ ഗായകരൊക്കെ പറയാറുണ്ട് മറ്റേ തണുത്ത സംഭവങ്ങൾ ഒഴിവാക്കാറുണ്ട്, അങ്ങനെ ചുക്ക് വെള്ളം കുടിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളൊക്കെ ശബ്ദം നല്ല കഠിന ശബ്ദമാകാൻ വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമാണ്? ആക്ച്വലി കുറച്ചൊക്കെ എന്താണ് പറഞ്ഞ പോലെ നമ്മൾ പ്രിക്കോഷൻസ് എന്തൊക്കെ എടുക്കാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശബ്ദം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറയുന്നത്. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ശബ്ദം വരുന്നതെന്ന് വെച്ചാൽ ശബ്ദം ഉണ്ടാകുന്ന വോക്കൽ കോഡ്സ് വഴിയാണ് ഉണ്ടാകുന്നത്. അതിന് നല്ലതെന്ന് വെച്ചാൽ നല്ല ഫസ്റ്റ് നമ്മുടെ ഒരു പവർ എന്ന് വെച്ചാൽ നമ്മുടെ ശ്വാസം എടുക്കുകയാണ്. നമ്മുടെ ലങ്സിന് നല്ല ബ്രീത്തിങ് കപ്പാസിറ്റി ഉണ്ട്. അത് വന്നിട്ട് നമ്മുടെ വോക്കൽ കോഡ്സിൽ പോയിട്ട് വൈബ്രേറ്റ് ആയിട്ട് അത് നമ്മുടെ മൂക്കും തൊണ്ടയും കൂടെ ആയിട്ട് ആംപ്ലിഫൈ ചെയ്ത് റെസൊണൻസ് വന്നിട്ടാണ് നമ്മുടെ ശബ്ദം ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഗായകർക്കോ അല്ലെങ്കിൽ വോയിസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് ബ്രീത്തിങ് കപ്പാസിറ്റി, ബ്രെത്ത് ഹോൾഡിങ് കപ്പാസിറ്റിയും ബ്രീത്തിങ് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ബ്രീത്തിങ് എക്സസൈസ് ആണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രീത്തിങ് എക്സസൈസ് എസ്പെഷ്യലി വോയിസ് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വന്നിട്ട് ഡീപ്പ് സ്ലോ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ വയറ് വെളിയിൽ പോവുക, കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക, പിന്നെ റിലീസ് ചെയ്യുക. ബ്രീത്തിങ് നന്നായി ഇമ്പ്രൂവ് ചെയ്യണം. ബ്രീത്തിങ് എത്രമാത്രം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് നമ്മുടെ കപ്പാസിറ്റി ഫോർ സിംഗിങ് ഡിഫറെൻറ്റ് ടോൺസ്. സ്നോറിങ്ങിനും ഇങ്ങനെ ഒരു എക്സസൈസ് ഇല്ലേ? സ്നോറിങ്ങിന് മയോ ഫങ്ഷണൽ എക്സസൈസ് എന്ന് പറയും. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സസൈസ് ആണ്. ബേസിക്കലി നമ്മുടെ ബ്രീത്തിങ് ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഇത് വോയിസിൻ്റെ പറയാം. ഫസ്റ്റ് ബ്രീത്തിങ് ഇമ്പ്രൂവ് ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസ്, ഡീപ്പ് സ്ലോ ബ്രീത്തിങ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പൊസിഷൻ. നമ്മൾ എപ്പോഴും ഇരുന്ന് ഇരിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ചെസ്റ്റ് കുറച്ച് എലിവേറ്റ് ചെയ്തിട്ട് കഴുത്ത് കുറച്ച് താത്തിട്ട് ചിൻ ഡൗൺ ചെയ്തിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു കറക്റ്റ് ഒരു ഗുഡ് വോയിസ് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഈ വെള്ളം എത്രമാത്രം നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ വോക്കൽ കോഡ്സിന് നല്ല നനവ് കിട്ടുമ്പോൾ ഫ്രിക്ഷൻ കുറയുമ്പോൾ ആ വോയിസിനെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് മാറ്റം എന്ന് വെച്ചാൽ ഒത്തിരി എരിവുള്ള ആഹാരങ്ങൾ, പിന്നെ സ്പൈസി ഫുഡ്സ്, ഓയിലി ഫുഡ്സ് കുറയ്ക്കണം.
പിന്നെ ഒരു സമയത്ത് കൂടുതൽ ആഹാരം കഴിക്കാനും പാടില്ല. എസ്പെഷ്യലി രാത്രിയത്തെ ഫുഡ് എപ്പോഴും ലൈറ്റായിട്ട് കഴിക്കുക. അങ്ങനെ ഇരിക്കുമ്പം റിഫ്ലക്സ് കുറയും. ഗ്യാസ്ട്രിക് റിഫ്ലക്സും ഒരു പരിധി വരെ നമ്മുടെ ശബ്ദത്തിനെ ബാധിക്കുന്നതാണ്. ഈ ഗായകർക്കെല്ലാവരും ആ ഒരു ഫുഡ് ഹാബിറ്റ്സിലും കൺട്രോൾ ഇരിക്കുകയാണെങ്കിൽ വോയിസിനൊരു നല്ലൊരു ക്വാളിറ്റി വോയിസ് നമുക്ക് മാനേജ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഈ മറ്റ് അസുഖങ്ങളുടെ അനുബന്ധമായിട്ട് ഈ തൊണ്ടവേദന അല്ലെങ്കിൽ ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥ വരാറില്ലേ? നഷ്ടപ്പെടുന്നതല്ല, ശബ്ദം മാറ്റം വരാറുണ്ട്. നമ്മുടെ എസ്പെഷ്യലി തൈറോയിഡൈറ്റിസ് ഇരുന്നാലും വോക്കൽ കോർഡ്സിൽ കുറച്ച് ചേഞ്ചസ് കാരണം ശബ്ദം മാറാറുണ്ട്. പ്ലസ് നമുക്ക് ഈ ഫങ്ഷണൽ അഫോണിയ എന്ന് പറയും. ഒത്തിരി കരയുന്ന, ഇപ്പോൾ എസ്പെഷ്യലി യങ് ഫീമെയിൽസിൽ പേഷ്യൻസിന് പെട്ടെന്ന് ഇമോഷണലി ഇതായി കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ശബ്ദം പോകാറുണ്ട്. അത് ഫങ്ഷണൽ അഫോണിയ എന്ന് പറയും. അതൊരു തരം ഇതാണ്. അതിനെല്ലാം നമ്മൾ ബേസിക്കലി സ്പീച്ച് പാനിക് ആവുന്ന സമയത്ത്. പിന്നെ വന്നിട്ട് അഡക്ടർ സ്പാസ്മിക് ഡിസ്ഫോണിയ എന്ന് പറയും. അതെന്ന് വെച്ചാൽ ചില ആളുകളുടെ ശബ്ദം വന്നിട്ട് പെട്ടെന്ന് നിൽക്കാറുണ്ട്, തട്ടി സംസാരിക്കാറുണ്ട്. അത് അഡക്ടർ ഡിസ്ഫോണിയാണ്. അതൊക്കെ നമ്മുടെ ഈ വോക്കൽ കോഡ്സിനകത്തുള്ള ഈ ഞരമ്പിൻ്റെ വരുന്ന ബുദ്ധിമുട്ട് കാരണം വരുന്ന സംഭവങ്ങളാണ്. ഈ മെയിലിന് ഫെമിനൽ ഒരു വേരിയേഷൻ വരുന്നത് ഈ ഹോർമോണിലാണ്. പ്ലസ് ഈ നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ ഗ്രൂപ്പ് എന്ന് പറയാറുണ്ട്. അവർക്ക് നമുക്ക് ഇപ്പം സെക്സ് മാറ്റി വയ്ക്കുന്ന സർജറി ആയാലും അതേപോലെ അങ്ങനത്തെ ആളുകൾക്ക് ശബ്ദത്തിന് മാറ്റം വരാറുണ്ട്. ശബ്ദത്തിന് മാറ്റവും കൂടെ ചെയ്യാറുണ്ട്. ഒരു മെയിൽ ടു ഫീമെയിൽ സെക്സ് അല്ലെങ്കിൽ ഫീമെയിൽ ടു മെയിൽ സെക്സിൽ പോകുമ്പോൾ അവർക്ക് ശബ്ദത്തിനും കൂടെ മാറ്റം വരുത്തണം. ആ ശബ്ദത്തിന് മാറ്റം വരുത്താനും ഓപ്പറേഷനായി പറ്റുന്നതാണ്. സാർ, ഈ ശബ്ദം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ഉച്ചത്തിൽ സംസാരിക്കുന്ന ആൾക്കാർ, സ്ഥിരം പ്രഭാഷണങ്ങൾ നടത്തുന്ന ആൾക്കാർ, ടീച്ചേഴ്സ്, അങ്ങനെയുള്ളവർക്ക് ഈ ശബ്ദത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലേ? കറക്റ്റാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ടീച്ചേഴ്സിനും പൊളിറ്റീഷ്യൻസിനും പിന്നെ ഒത്തിരി സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾക്കും ഈ കോമഡി ആർട്ടിസ്റ്റിനും അവർക്കെല്ലാവർക്കും വോക്കൽ കോഡ്സ് ഓവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓവർ യൂസ് ചെയ്യുമ്പം നമുക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ കോമൺ ആയിട്ട് സംഭവിക്കുന്നത് വെച്ചാൽ അതിനകത്ത് ചെറിയ ഉരവ് കാരണം വോക്കൽ നൊഡ്യൂൾസോ അല്ലെങ്കിൽ വോക്കൽ പോളിപ്സോ അല്ലെങ്കിൽ വോക്കൽ സിസ്റ്റോ ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ വോയിസ് ഓവർ യൂസ് കാരണം അവർക്ക് ആ ഒരു മീൻസ് അവിടെ ഒരു സ്ട്രെയിൻ വരാനും സാധ്യത കാണാറുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു ഇങ്ങനൊരു പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് എപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു ക്രിക്കറ്റുകാരനാണെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് നമ്മൾ വാമപ്പും നമ്മുടെ നെറ്റ്സ് പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ പോയി കളിക്കുന്നത്. അതേപോലെയാണ് നമ്മളൊരു പ്രൊഫഷണൽ വോയിസ് യൂസേഴ്സ് ആണെങ്കിൽ വോയിസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യാനും വോയിസ് കറക്റ്റായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മൾ പഠിക്കണം. പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓവർ യൂസായിട്ട് നമ്മൾ വോയിസ് യൂസ് ചെയ്യാവൂ. ഇല്ല പെട്ടെന്ന് നമ്മൾ ഓവറായിട്ട് നമ്മൾ വോയിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ വോക്കൽ കോഡ്സിനകത്ത് പല മാറ്റങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മൾ കാണാറുണ്ട്. അതിൽ കൂടുതൽ കണ്ടുവരാറുള്ളത് ഈ പാസ്റ്റർമാരൊക്കെ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞു അവരുടെ സൗണ്ട് പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും മാറുന്നത്. അതെ, അവർക്ക് ചെറുതായിട്ട് വോക്കൽ കോഡ് നൊഡ്യൂൾസ് ഫോം ചെയ്യാറുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് മെയിനായിട്ട് നമ്മൾ വോയിസ് തെറാപ്പിയും വോയിസ് എക്സസൈസൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതൊരു പരിധി വരെയും അവരുടെ ശബ്ദത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് വരുവാനും പിന്നെ ഒത്തിരി ടീച്ചേഴ്സ് ആയാലും ഒത്തിരി ഓഡിയൻസിനെ ഗ്യാദർ ചെയ്യുന്ന ആൾക്കാരായാലും അങ്ങനത്തെ ആളുകൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വന്നിട്ട് നമ്മൾ മൈക്ക് ഉപയോഗിക്കുക. എസ്പെഷ്യലി ഒരു ക്ലാസ് റൂം വലിയ ക്ലാസ് റൂം ആണെങ്കിൽ ടീച്ചറിന് എല്ലാവരെയും എടുത്ത് നമുക്ക് ഉറക്കത്തെ സംസാരിച്ചിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ആംപ്ലിഫയിങ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യണം. ഇപ്പം ടീച്ചേഴ്സ് ആയാലും ക്ലാസ് റൂമിലായാലും അവർക്ക് മൈക്ക് യൂസ് ചെയ്തിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത്ര സ്ട്രെയിൻ വരത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹാബിറ്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു. ബ്രീത്തിങ് എക്സസൈസും വോക്കൽ കോഡ് കുറേ എക്സസൈസ് ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പരിധി വരെയും അവർ ആ വോക്കൽ കോഡ്സ് നന്നായിട്ട് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമുക്ക്. ഈ വെള്ളം കുടിക്കണമെന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം പ്രശ്നമല്ലേ? തണുത്ത വെള്ളത്തിനെക്കാട്ടി നല്ലത് ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് തണുത്ത വെള്ളത്തിനെക്കാട്ടിൽ. അത് തണുത്ത വെള്ളം കുടിച്ചാൽ ഈ ശബ്ദം പോകുമെന്ന് പറയുന്നത് അത് വാസ്തവമുണ്ടോ? അങ്ങനെയില്ല. ചില ആളുകൾക്ക് തണുത്ത വെള്ളം എന്ന് വെച്ചാൽ ഒരു സ്റ്റിമുലൻ്റാണ്. നേരത്തെ ഒരു അലർജി ഉള്ള ആളാണെങ്കിലും എസ്പെഷ്യലി എപ്പോഴും തുമ്മലും ജലദോഷമുള്ള ആളുകൾക്കാണെങ്കിൽ ഈ തണുപ്പ് എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ അലർജി ഒന്ന് എക്സാജറേറ്റഡ് ട്രിഗർ ആവും. അങ്ങനെ ട്രിഗർ ആവുന്ന ആളുകൾക്കാണ് കൂടുതലായിട്ട് ഈ തണുത്ത ഐസ്ക്രീമോ അല്ലെങ്കിൽ ഷാർജോ എന്തെങ്കിലും കഴിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ജലദോഷം, പെട്ടെന്ന് തൊണ്ടവേദന, പെട്ടെന്ന് ഇത് വരും. അതൊരു അലർജി കൂടെ ഉള്ള ആളുകൾക്കാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. തൊണ്ടവേദന എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ തൊണ്ടവേദന സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് ഡോക്ടർ വളരെ വിശദമായി നമ്മോട് സംസാരിച്ചു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.